വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. മനസ്സ് ഒരത്ഭുത പ്രതിഭാസമാണ്. അനിർവചനീയവും അവ്യാഖ്യേയവുമായ മഹാപ്രപഞ്ചം. മനസ്സ് അപാരവും അക്ഷയവുമായ ശക്തിയുടെ മഹാസ്രോതസ്സാണ്. മനസ്സിൽ നല്ല ചിന്തകൾ രൂപപ്പെടുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നല്ലതായിത്തീരും. മനസ്സിൽ ദുർവിചാരങ്ങൾ രൂപപ്പെടുമ്പോഴോ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നിഷേധാത്മകമായി നമുക്ക് അനുഭവവേദ്യമാവും. നല്ലത് മാത്രം ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുമ്പോൾ ലോകം സുന്ദരമാകും. അസൂയയും പകയും അനാവശ്യമായ മത്സരബുദ്ധിയും ഒഴിവാക്കി ആരോടും ശത്രുതയില്ലാതെ സൗഹാർദ്ദപൂർവം പെരുമാറാൻ കഴിയുമ്പോഴാണ് നാം ഉത്തമ വ്യക്തികളായിത്തീരുന്നത്. പല നിറത്തിലുള്ള പൂക്കൾ, പല ഗന്ധങ്ങളുള്ള പൂക്കൾ, പല ചെടികളിൽ മുട്ടിട്ട് പുഷ്പിച്ചവ, ഓണപ്പൂക്കളത്തിൽ പാരസ്പര്യത്തോടെ കഴിയുന്നത് പോലെ നാനാത്വത്തെ വെടിയാതെ ഐക്യഭാവനയോടെ പുലരണമെന്ന പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിയേണ്ടത്. സകല ജീവജാലങ്ങളോടും സമഭാവനയും കാരുണ്യവും മനസ്സിൽ നിറയ്ക്കുവാനും അത് പ്രസരിപ്പിക്കുവാനും കഴിഞ്ഞവരെയാണ് ലോകം എക്കാലവും സ്മരിക്കാറുള്ളത്. അവരുടെ ചിതാകാശത്തിൽ വിവേകവും ജ്ഞാനവും സ്നേഹവും ശാന്തിയും നക്ഷത്രദീപ്തിയോടെ നിലകൊള്ളുന്നു. അതിസങ്കീർണമാണ് നമ്മുടെ മനോവ്യാപാരങ്ങൾ. അബോധമനസ്സിലും ബോധമനസ്സിലും ഉപബോധമനസ്സിലും എത്രയെത്ര വികാരവിചാരങ്ങൾ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. നാനാഭാവങ്ങളോടെ വെടിപ്പെടുന്ന ഈ ചിന്തകളെ വേണ്ട വിധം വിശകലന വിധേയമാക്കുവാൻ നാം തയ്യാറാവണം. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി ഉപയോഗിച്ച് നല്ല ചിന്തകളെ കണ്ടെത്തി ഫലപ്രദമായി അവയെ സമൂഹത്തിന് പ്രയോജകീഭവിക്കുന്ന ഉത്തമ കർമ്മ പദ്ധതികളായി പരിവർത്തനപ്പെടുത്തുവാൻ തയ്യാറാവണം. ദുഷ്ടചിന്തകളെ പാടേ വർജിക്കുകയും വേണം. മനോവ്യാപാരങ്ങളെ സമ്പൂർണ്ണ ശുദ്ധിയോടെ നിലനിർത്താൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ്. കണ്ണാടിയിൽ കരി പുരണ്ടാൽ ശരിയായ കാഴ്ച തടസ്സപ്പെടുന്നത് പോലെ മനസ്സാകുന്ന കണ്ണാടിയിൽ അജ്ഞാനമാകുന്ന കരി പുരണ്ടാൽ ശരിയായ സത്യത്തിൻ്റെ സ്വരൂപം നമുക്ക് കാണാനാവില്ല. നിരന്തര സാധന കൊണ്ട് മനസ്സാകുന്ന കണ്ണാടിയെ തുടച്ച് വൃത്തിയാക്കി വെക്കുവാൻ ബദ്ധശ്രദ്ധരാവണം നമ്മൾ. തന്നെ പ്രത്യാശാപൂർവം സമീപിക്കുന്നവർക്ക് സാന്ത്വനവും സ്നേഹവും അറിവും പകർന്നേകാൻ കഴിയുന്നവർക്കേ സ്വജീവിതം ധന്യമാക്കാനാവൂ. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയത് ഇത്തരം മഹത്തുക്കളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടുകൂടിയ ജീവിതമാണല്ലോ. ഉത്തമ ശിക്ഷണത്തോടുകൂടിയ ജീവിതചര്യകളിലൂടെ മാത്രമേ മനസ്സമാധാനം നേടിയെടുക്കാനാവൂ. മനസ്സിലൊരു വിചാരം പിറവികൊണ്ടാൽ മുൻപിൻ വിചാരമില്ലാതെ ആ വിചാരത്തെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കെത്തും. താൻ ചെയ്യുന്നത് ശരിയാണെന്ന ഉത്തമബോധ്യമുണ്ടായ ശേഷം മാത്രമേ മനസ്സിലുദിച്ച ആശയകിരണത്തെ പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിനു തുടക്കം കുറിക്കാവൂ. ചെയ്യേണ്ടത് മാത്രം ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തതൊരിക്കലും ചെയ്യാതിരിക്കുക എന്ന ലളിത തത്വമാവണം നമ്മുടെ വഴികാട്ടി. മനോജയം തന്നെ ലോകജയം എന്ന ആപ്തവാക്യത്തിൻ്റെ സാരവും മറ്റൊന്നല്ല. വികാരവും വിചാരവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിചാരത്തിന് പ്രാധാന്യം നൽകുവാനും എപ്പോഴും ശ്രദ്ധിക്കണം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. വ്യക്തിപരമായ താൽക്കാലിക നേട്ടങ്ങളെക്കാൾ സമൂഹശ്രേയസ്സിന് വഴിതെളിയിക്കുന്ന ചിന്തകളുടെ ദീപാവലികളാവണം നമ്മുടെ മനസ്സിനെ അലങ്കരിക്കേണ്ടത്. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.